20 പെട്രോളുകൾ വില്ലനാവുമെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മളെ കൂടുതൽ ഡൊമിനോസ് 400 BS4 ആണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ആശ്വസിക്കാം, ബട്ട് അഹങ്കരിക്കരുത്. ഇതിനെപ്പറ്റി ഞാൻ മുമ്പൊരു വീഡിയോ ഇട്ടായിരുന്നു, 20 പെട്രോൾ എന്തൊക്കെ പണി തരുമെന്ന്. ബട്ട് അത് ഇൻസ്റ്റാഗ്രാമിൽ റീലായതുകൊണ്ട് എനിക്ക് കുറച്ച് ഡീറ്റെയിൽസ് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൽ ഒരുപാട് കമൻറ്റൊക്കെ വന്നായിരുന്നു, BS3 വണ്ടികൾക്ക് കുഴപ്പമുള്ളൂ, BS4കൾക്ക് കുഴപ്പമില്ല, പിന്നെ 2019 വണ്ടികൾക്ക് കുഴപ്പമുണ്ട്, അങ്ങനെ ഒരുപാട് കമൻറ്റുകൾ വന്നായിരുന്നു. നമുക്ക് ആദ്യം നോക്കാം. 20 പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ 20 കോമ്പാറ്റബിൾ അല്ലാത്ത വണ്ടികളാണെങ്കിൽ എല്ലാത്തിനും പണി കിട്ടും. ഈ പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ പണിയാണ് കിട്ടുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ 20 പെട്രോൾ എന്ന് വെച്ചാൽ ബേസിക്കലി പെട്രോളിൽ 20% എത്തനോൾ ആഡ് ചെയ്ത് വരുന്ന പെട്രോളാണ്. അപ്പോൾ അത് 20 കോമ്പാറ്റബിൾ ആയിട്ടുള്ള വണ്ടികളിൽ മാത്രമേ എടുക്കൂ. അപ്പോൾ നമ്മളെ വണ്ടികളിൽ അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള മൈലേജ് ലോസും പവർ ലോസും ഉണ്ടാവും. കാരണം ഇപ്പോൾ നിങ്ങളൊരു 100 രൂപയ്ക്ക് അടിക്കുകയാണെങ്കിൽ അതിന് 80 രൂപയ്ക്ക് മാത്രമേ പെട്രോൾ കാണൂ, ബാക്കി 20% എത്തനോളായിരിക്കും. അപ്പോൾ എത്തനോളിൻ്റെ കണ്ടന്റ് അതിൽ കൂടുതലുള്ളതുകൊണ്ട് തന്നെ നിങ്ങളുടെ വണ്ടിയുടെ ഫ്യൂവൽ ലൈൻസ്, അങ്ങനെ റബ്ബർ, പ്ലാസ്റ്റിക് കമ്പോണൻസ് എല്ലാം ഏകദേശം തീരുമാനമാവും. അതേപോലെ ഈ എത്തനോൾ നിങ്ങളുടെ വണ്ടിയിൽ മോയ്സ്ചർ അബ്സോർപ്ഷൻ കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ടാങ്കിൻ്റെ അകത്ത് റെസ്റ്റ്, അതേപോലെ മെറ്റൽ പാർട്സിലെ റെസ്റ്റ് കയറേണ്ട ചാൻസസും വളരെ കൂടുതലാണ്. അപ്പോൾ 20 കോമ്പാറ്റബിൾ ആയിട്ടുള്ള വണ്ടികളല്ലാതെ ഏത് വണ്ടിയിൽ നിങ്ങൾ അടിച്ചു കഴിഞ്ഞാലും ഏകദേശം നിങ്ങൾ വണ്ടിയുടെ അകത്ത് തീരുമാനമാവും. ഇപ്പോൾ കുറേ വണ്ടികളിലേക്ക് കാർബറേറ്ററൊക്കെ പുറത്ത് വെള്ളമൊക്കെ ഇറങ്ങുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. കാർബറേറ്റർ വണ്ടികൾക്ക് കൂടുതലായിട്ട് എഫക്റ്റ് ആവുന്ന കാര്യം അതിൻ്റെ കാർബൺ ജെറ്റ്, വാക്യൂം പുഷിനൊക്കെ എഫക്റ്റ് ചെയ്യും. ഞാൻ ഇതിനെപ്പറ്റി മുമ്പ് വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് അതിലേക്ക് ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. മൈലേജ് ലോസും ഉണ്ടാവും, പവർ ലോസും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഡെയിലിയൊക്കെ എടുക്കുക, പിന്നെ ഈ 50-100 അടിക്കുന്ന മാറ്റിയിട്ട് ഒരു 100-150 പെട്രോൾ എപ്പോഴും ഇട്ടേക്കുക. അത്ര ഹാർഡ് കോർ ഓട്ടോമോട്ടീവ് എന്തൂസിയാസ്റ്റ് ഒന്നും അല്ലെങ്കിൽ കുറച്ച് കാലമൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇതിൻ്റെ പറ്റി നോക്കാൻ നേരത്ത് എല്ലാവരും പറഞ്ഞായിരുന്നു BS3 വണ്ടികളെ അഫക്റ്റ് ചെയ്യുമെന്ന്. അപ്പോൾ എൻ്റെ ഒരു BS3 AS200 ആയതിൻ്റെ ഞാൻ കുറച്ച് ക്ലച്ചസിൻ്റെ വീഡിയോസൊക്കെ കയറി കണ്ടായിരുന്നു. അപ്പോൾ അതിൽ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ടാങ്ക് അടുപ്പിച്ച് ഫ്യൂൽ എപ്പോഴും കീപ്പ് ചെയ്യാമെന്നാണ്. അപ്പോൾ അങ്ങനെ ഇത് കഴിഞ്ഞാൽ ഒരുപക്ഷേ നിങ്ങളെ ടാങ്കിലുണ്ടാകുന്ന റെസ്റ്റ് നിങ്ങൾക്ക് ഒഴിവാക്കാം, പക്ഷേ നിങ്ങളെ ഫ്യൂവലൻസി ഉണ്ടാകുന്ന ഡാമേജ് ഒരിക്കലും നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ലീക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ 1300 രൂപയ്ക്ക് ഇതിൽ എണ്ണ അടിച്ചിട്ടുണ്ടെങ്കിൽ ആ ഫ്യൂൽ മൊത്തം അതുവഴി ഒഴിച്ച് പോകും. ഇപ്പോൾ നിങ്ങൾ അപ്പം തന്നെ കണ്ടാലും ആ ഒരു ലീക്ക് കണ്ടുപിടിക്കണം, നിങ്ങൾ സൈഡൊക്കെ അയച്ചെടുക്കാനായിട്ട് ഒരുപാട് ടൈം ആവും. അപ്പോഴത്തേക്ക് നിങ്ങളെ ഫ്യൂൽ ഫുള്ള് പോകും. ഞാൻ ചെയ്തിട്ടില്ലെങ്കിൽ കുറച്ച് കാര്യം പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് ആ ഫ്യൂൽ ലൈൻസ് കട്ടാവുന്നതിൻ്റെ കാര്യം ആ ഒരു 20 പെട്രോൾ എന്നതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫ്യൂൽ ലൈൻസൊക്കെ നിങ്ങൾക്ക് 20 കോമ്പാറ്റബിൾ ആയിട്ടുള്ള വണ്ടികളായിട്ട് നിങ്ങൾക്ക് സ്വാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം ഒഴിവാക്കാൻ പറ്റും. അത് നിങ്ങളുടെ വണ്ടീന് അതേ കോമ്പാറ്റബിൾ ആയിട്ടുള്ള ലൈൻസ് കണ്ടുപിടിക്കുക എന്നുള്ളത് ആദ്യത്തെ ടാസ്ക്കാണ്. ഇപ്പോൾ ഈ ഡൊമിനോറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഡൊമിനോറിന് തന്നെ 20 കോമ്പാറ്റബിൾ വണ്ടികളുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്ത് കഴിഞ്ഞ് ഡയറക്റ്റ് സ്യൂട്ട് ആയിരിക്കണം. അഥവാ ചെയ്യേണ്ടി വന്നാലും ചെറിയ രീതിക്കുള്ള ആൾട്രേഷൻസ് ചെയ്താൽ മതി. അപ്പോൾ ആ രീതി നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. പക്ഷേ ഞാൻ ഇട്ട ആ ഒരു വീഡിയോയിൽ വന്ന ചെറിയ കമൻറ്റ് ഞാൻ കാണിച്ചു തരാം. 20 കോമ്പാറ്റബിൾ വണ്ടിയായാലും ഓഫൊക്കെ ദ്രവിച്ച് പോയെന്ന്. പിന്നെ ഈ ഒരു 20 ഇറക്കാൻ നേരത്ത് ചില വാഗ്ദാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 20 ഇറക്കി കഴിഞ്ഞാൽ പെട്രോളിൻ്റെ വില കുറയുമെന്ന്. ഇപ്പോൾ 20% എത്തനോൾ ഹൈറ്റും പെട്രോളിൻ്റെ വില അതേ കണക്കൊക്കെ തന്നെ നിൽപ്പുണ്ട്. അപ്പോൾ 20% അല്ല 40% അല്ല, ഇനി എത്ര ശതമാനം പെട്രോൾ മാറ്റി എത്തനോൾ കയറ്റിയാലും വിലയൊന്നും കുറയാനൊന്നും പോകുന്നതൊന്നുമില്ല. പെട്രോൾ തന്നെ നിങ്ങൾ 100 രൂപയ്ക്ക് അടിച്ചാൽ 80 രൂപയ്ക്ക് പെട്രോൾ കിട്ടും, ബാക്കി 20 രൂപയ്ക്ക് എത്തനോളായിരിക്കും. അപ്പോൾ നിങ്ങളുടെ വണ്ടി അത് കോമ്പാറ്റബിൾ അല്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങളുടെ വണ്ടിയിൽ ഉറപ്പായിട്ടും എടുക്കില്ല. അത് കാരണം നിങ്ങളെ നിങ്ങളുടെ വണ്ടിയിൽ കാർബൺ ഡെപ്പോസിറ്റൊക്കെ കുറച്ചുകൂടെ കൂടുതലായിരിക്കും. കാർബറേറ്ററൊക്കെ പൊത്ത് വെളിയിൽ വരുന്ന ഇഷ്യൂ ഒക്കെ നിങ്ങൾ മെയിനായിട്ടും ഫേസ് ചെയ്തിട്ടുള്ളത് വണ്ടി എടുക്കാതെയൊക്കെ വെച്ചിരുന്ന വല്ലപ്പോഴൊക്കെ എടുക്കുന്ന ഒരു വണ്ടിയിലായിരിക്കും കൂടുതലായിട്ട് ഈ ഒരു ഇഷ്യൂ പെർസിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഡെയിലിയൊക്കെ എടുക്കുന്നതുകൊണ്ട് എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്യൂസ് ഒന്നും ഇല്ലെങ്കിലും മൈലേജ് ലോസൊക്കെ ഉണ്ട്, മൈലേജ് ലോസും ഉണ്ട്, പവർ ലോസും ഉണ്ട്. എത്തനോൾ കണ്ടന്റ് ഇല്ലാത്ത പെട്രോൾ ഇല്ലെന്ന് തന്നെ പറയാം. ഉണ്ട്, ഈ SP100 പോലെയുള്ള പെട്രോളിലൊക്കെ എത്തനോൾ കണ്ടന്റ് ഇല്ല, പക്ഷേ അത് വാങ്ങിക്കണമെങ്കിൽ 1 ലിറ്ററിന് 160 രൂപ അടുപ്പിച്ചാവും. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് അടിച്ച് നിങ്ങളെ വണ്ടി ഓടിക്കണമെന്നുള്ളത് നിങ്ങളെ ചോയ്സാണ്. കാരണം അത്രയും എക്സ്പെൻസീവായിട്ട് ഇപ്പോൾ ഒരു സ്ഥലത്ത് നിങ്ങൾ പോകണമെങ്കിൽ നോർമൽ രീതിക്ക് ഒരു വണ്ടി അടിക്കുന്നതിന് ഇരട്ടി പെട്രോൾ നിങ്ങൾ അടിക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ എന്തുമാത്രം പ്രാക്ടിക്കലി പോസിബിൾ ആണെന്ന് എനിക്കറിയില്ല. അപ്പോൾ 20 ഫ്യൂൽ ലൈൻസായിട്ട് നിങ്ങൾ സ്വോപ്പ് ചെയ്താലും ഈ ഒരു ദ്രവിച്ചു പോകുന്ന ഇഷ്യൂ ഉണ്ടെന്ന് ആ കമൻറ്റ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ കാര്യം എന്ന് വെച്ചാൽ വണ്ടി എപ്പോൾ സർവീസ് ചെയ്താലും ഈ ഒരു ഫ്യൂൽ ലൈൻസൊക്കെ റബ്ബർ ഹോസസാണ്, അതിനൊന്നും വലിയ റേറ്റൊന്നുമില്ല. അപ്പോൾ ഓരോ സർവീസിലും അതൊന്ന് പുതിയത് വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ ഏകദേശം നിങ്ങൾക്ക് ആ ഒരു ലീക്കൊക്കെ പരിഹരിക്കാം. പക്ഷേ ഏതൊരു നിമിഷവും ഒരു ലീക്ക് പ്രതീക്ഷിച്ചാണ് ഞാൻ എൻ്റെ വണ്ടി ഓടിക്കുന്നത്. ഇവൻ്റെ വണ്ടിയിലും മിക്കവാറും ലീക്കൊക്കെ വരും. നിനക്ക് മൈലേജ് വല്ലതും കുറവുണ്ടാടാ? ഗൈസ്, അപ്പോൾ ഇവൻ എന്തായാലും മൈലേജ് കുറവുണ്ട്. ഇത് BS4 ആണ്, 20 കോമ്പാറ്റബിൾ അല്ല. 20 കോമ്പാറ്റബിൾ ആയിട്ടുള്ള വണ്ടികളാണെങ്കിൽ നിങ്ങൾക്ക് മൈലേജും അങ്ങനെ പവർ ലോസും കാര്യങ്ങളൊന്നും വരില്ല. നിങ്ങൾ വണ്ടി കുറച്ചൊക്കെ ഒന്ന് ട്യൂൺ ചെയ്ത് നിങ്ങൾക്ക് ചെറിയ രീതിക്ക് സ്ലൈറ്റ് വ്യത്യാസമായി കൊണ്ടുവരാൻ പറ്റും. പിന്നെ ഫ്യൂൽ ലൈൻസൊക്കെ എനിക്ക് എൻ്റെ വണ്ടി മാറ്റണമെന്നുണ്ട്. പിന്നെ ഏതൊരു കാര്യം എടുത്താലും ആദ്യമേ ബലിയാടാവാൻ വേണ്ടി ആ കാര്യം ചെയ്തു വയ്ക്കാൻ ആരെങ്കിലും കാണും. അപ്പോൾ ആ ഒരു ബലിയാടായിട്ട് മാറാൻ വേണ്ടി എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ആദ്യമേ ആ ഫ്യൂൽ ലൈൻസൊക്കെ മാറ്റി ചെയ്യാത്തത്. ആരെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തതിന് ശേഷം പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. കാരണം എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് ഫ്യൂൽ മൊത്തം ലീക്കായി പോയി കഴിഞ്ഞാൽ അന്ന് വഴിയിലാവും. പിന്നെ അത് അയച്ച് കണ്ടുപിടിക്കണം, കുറച്ച് ടാസ്ക് പരിപാടി ആയിരിക്കും. പിന്നെ ഫുൾ ടാങ്ക് അടിച്ചിടാന്നുള്ളതും
ഞാൻ പറഞ്ഞ ചില ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണ് അതും എനിക്ക് അത്ര മനസ്സ് വരാത്തത്. ഇപ്പോൾ ചെയ്യാൻ പറ്റിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓടുന്ന വഴിക്ക് ഓടുക, പണിയാകുമ്പോഴത്തേക്ക് കഴിച്ച് പണിയുക. അതിൽ കൂടുതൽ എനിക്ക് പറയാനൊന്നുമില്ല. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു പ്രശ്നം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്തേക്ക്. എനിക്ക് എന്തായാലും ഇതുവരെ വലിയ പ്രശ്നമൊന്നും വന്നിട്ടില്ല. അതുപോലെ ഞാൻ പറഞ്ഞതിൽ ഇപ്പം ഞാൻ ഇത് പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള വീഡിയോ ഒന്നും അല്ല, ജസ്റ്റ് ഞാൻ ഈ വണ്ടിയുടെ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാൻ വന്നപ്പോഴത്തേക്ക് ഇതിൻ്റെ വീഡിയോസ് എടുക്കാമെന്ന് ഞാൻ ചെയ്തതാണ്. അപ്പോൾ E20 പെട്രോളിൻ്റെ കാര്യം പറഞ്ഞതിനടുത്ത് ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി വിട്ടുപോയി. എത്തനോള് കുറച്ച് പ്രോപ്പർട്ടി ഉണ്ട്. പെട്രോളൊക്കെ അടിക്കാൻ നേരത്ത് പണ്ടത്തനൊക്കെ സ്പില്ലായി കഴിഞ്ഞാൽ അത് നിങ്ങളെ ടാങ്കിലൊക്കെ വീണ് കഴിഞ്ഞാൽ കുറച്ച് അവിടെ ഫെയ്ഡ് ആവും. കാരണം ഞാൻ പെട്രോൾ അടിക്കാൻ നേരത്ത് എൻ്റെ ടാങ്കിൻ്റെ അവിടെ കുറച്ച് വീണിട്ട് അവിടുത്തെ ചെറിയൊരു കളർ വ്യത്യാസമുണ്ട്. മറ്റേ ഒരുപാടൊന്നും ഇല്ലെങ്കിൽ ചെറിയ വ്യത്യാസമുണ്ട്. അപ്പോൾ ടാങ്കിൻ്റെ പുറത്തൊന്നും പെട്രോൾ സ്പില്ലാവാതെയും കൂടെ നോക്കണം. ഞാൻ വലിയ രീതിക്ക് വരവൊന്നും നോക്കി വീഡിയോസ് ഇടാറില്ലെങ്കിലും ചിലവ് നോക്കി വീഡിയോ ഇടാറുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോസിൻ്റെയൊക്കെ എണ്ണം കുറഞ്ഞത്. അപ്പോൾ ഞാൻ എൻ്റെ വണ്ടി വരുന്ന പണികളും അതിൽ ചെയ്യുന്ന മെയിൻ്റനൻസും അല്ലാതെ ഡെയിലി വ്ലോഗും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ എൻ്റെ വണ്ടി എൻ്റെ ഫ്രണ്ട്സിൻ്റെ വണ്ടിയിലൊക്കെയാണ് നോക്കുന്നത്. അപ്പോൾ ഇതിലും ഇനി ചെറിയ വർക്കൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ എൻ്റെ സ്പ്രോക്കറ്റ് തീരുമാനമായി. ഈ ഒരു കൂളൻ ടാങ്ക് ഏകദേശം ലീക്കാവാറായി. പിന്നെ സസ്പെൻഷൻ പോയി. അപ്പോൾ അതൊക്കെ റീകണ്ടീഷൻ ചെയ്യുന്നതിനും ശരിയാക്കുന്ന വീഡിയോസൊക്കെ ഇനി തുടർന്ന് ചാനൽ പ്രതീക്ഷിക്കാം. എല്ലാവരും പറഞ്ഞ നിനക്ക് ഞാൻ ഇപ്പോൾ ചാനൽ നിർത്തുമെന്ന് വേണ്ടി നിർത്താതെയൊന്നും ഇരിക്കില്ല. അപ്പോൾ ഞാൻ അങ്ങനെ നിർത്തത്തൊന്നുമില്ല. ഞാൻ ഈ നാട്ടിലുള്ളിടത്തോളം കാര്യം ഇതേപോലെ വീഡിയോസൊക്കെ ഇട്ടുകൊണ്ടിരിക്കും. എന്നിട്ട് പറ്റില്ലെങ്കിൽ ഞാൻ അറ്റ്ലീസ്റ്റ് ഷോർട്സ് എങ്കിലും ഇടും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു. ഇപ്പോൾ എല്ലാവർക്കും അവിടെ എന്ത് നടക്കുന്നു ഇവിടെ എന്ത് നടക്കുന്നു അങ്ങനെ അവരാതും അതേപോലത്തെ കണ്ടൻസൊക്കെ കാണാൻ താല്പര്യമുണ്ട്. ഞാൻ പുതിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ അതോടെ സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അപ്പോൾ ഇത്ര നിങ്ങൾ അവിടെ ഇതേപോലെ എന്തെങ്കിലും പണി കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റോട് ചെയ്തേക്ക്. മൈലേജ് ലോസ്, പവർ ലോസ് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ മൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ബൈ ബൈ.